ഹലോ ഗൈസ്, കാലങ്ങൾക്ക് ശേഷം ഞാനൊരു ഡെയിലി വ്ലോഗുമായി വന്നതാണ്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഐ ആം സിക്ക്. എനിക്ക് അസുഖമില്ല. പക്ഷേ ഞങ്ങളിന്ന് വലിയ കുഴപ്പമില്ല. എനിക്ക് രാത്രി നല്ല പനി ചുമക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ബെറ്ററായി. കാക്കു ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ ഉണ്ടല്ലേ കാണാൻ. ഫൈൻ. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല. പക്ഷേ നമ്മൾ പോകുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. റൈറ്റ് ഓർ ലെഫ്റ്റ്? അപ്പം ഇങ്ങോട്ടല്ല, മാക്സിൻ്റെ അവിടെ അല്ലേ പോണേ? ഓക്കെ. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തെന്ന് വെച്ചാൽ, എങ്ങോട്ടാ ലൈറ്റ്? ഓക്കെ, ഇങ്ങോട്ട്. നമ്മളിന്ന് വണ്ടി എടുത്തിട്ടല്ല പോണത്, ബസ്സിലാണ് പോണത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 1.5 വർഷം ആവാനായി. ഈ 1.5 വർഷത്തിൽ ഇത്രയും കാലമായിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ബസ്സിൽ പോയിട്ടില്ല. കാരണം ഒന്നാമത് നമുക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. വണ്ടി ഉണ്ടായതുകൊണ്ട്. അയ്യോ, ഞാൻ സൺസ്ക്രീം ഒന്നും ഇട്ടില്ല. ഞാൻ അത്ര ഒന്നും ആലോചിച്ചില്ല. വെറും മോയ്സ്ചറൈസർ മാത്രം ഇട്ടു. കരിയാവുന്നു. ഓക്കെ. അപ്പോൾ ബസ്സിൽ അതുവരെയും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, കാര്യം ഉണ്ടായിട്ടില്ല. നമുക്ക് ബസ് പോകണ്ടേ, നമുക്ക് കാറുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഇതേപോലെ മെട്രോയിൽ ഇതേപോലെ ഒന്ന് ടെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിനാ അറിയാം കഷ്ടപ്പെട്ട് വരുത്ത് വന്ന് നിൽക്കുന്നത്. കാരണം ഇന്നെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടേക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ഇരുട്ടായി പോകുന്നുണ്ട്. എനിക്ക് കണ്ണാണിട്ടാണെന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ ഒന്ന് ബസ് പോകണ എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. അതേപോലെ ഞാൻ പോണത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ്. കാക്കു അങ്ങോട്ട് പോകും. മിനീസോക്കാണ് പോണത്. എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടാവും. കാക്കു പറഞ്ഞിട്ട് കണ്ടാൽ മാത്രം മതി, ഓൺലി വിസിറ്റ്, നോ പർച്ചേസ് എന്ന് പറഞ്ഞേക്കണു. ഞാനത് എഗ്രി ചെയ്തേക്കണു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് വ്ളോഗ് എടുത്തത്. ബസ് പോണതും മിനിസോ, 2 കാര്യങ്ങൾ. കാരണം ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഷോർട്സിൽ കുത്തിക്കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ മെയിൻ ആളോട് എന്തെങ്കിലും ചോദിക്കുക. കാക്കാണെങ്കിൽ മുടിയൊക്കെ വാർന്നൊക്കെ വെച്ചിട്ട് നല്ല മുടിയൊക്കെണ്ട്. What is your problem actually? You are my problem. Oui. ബസ് സ്റ്റാൻഡിക്കാ? ബസ് സ്റ്റാൻഡ് കോട്ടയങ്ങൾ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡൊന്നും ഇല്ല ഇവിടെ, ബസ് സ്റ്റോപ്പ് അല്ലേ ഇവിടെ. ബസ് സ്റ്റാൻഡ് അന്നാ ഒഞ്ചാരിയോ പോയപ്പോൾ കണ്ടിന് ഞാനൊരു ബസ് സ്റ്റാൻഡ്. ഇവിടെ ഞാൻ ബസ് സ്റ്റാൻഡൊന്നും കണ്ടിട്ടില്ല. ബസ് സ്റ്റാൻഡ് ഉണ്ട് അത്ര ആർക്കറിയാം. ബസ്സൊക്കെ പമ്പില് അങ്ങനെയല്ലേ ചെയ്യാം. പുന്നക്കാട് പെട്രോൾ പമ്പോ? പുന്നക്കാട് എത്ര കാണി പെട്രോൾ പമ്പാന്നറിയോ? എന്തൊരു തള്ള കാക്കോ. പുന്നക്കാട് ഏതാ പെട്രോൾ പമ്പ് പറയണം. എന്താ കാക്കോ കരിച്ചു മനസ്സിനെ? വെരി ഹോട്ട്. എൻ്റെ ഫോൺ പൊട്ടിത്തെറിക്കും ഇത്ര ചൂടാണെങ്കിൽ. സോ ഐ വിൽ അപ്ഡേറ്റ് യു ഗൈസ്. ബൈ. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഒരുപാട് കാലമായിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു സംഭവം ഇന്ന് നടന്നു. എനിക്കെപ്പോഴും ഞാൻ പഠിച്ചിറങ്ങിയ ഒരു കോളേജിൽ അവർ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ എന്നെ വിളിക്കുക, ഞാൻ എന്നിട്ട് പറയാൻ ബാക്കി വെച്ച കുറേ കാര്യങ്ങൾ പറയുക, അങ്ങനത്തെയൊക്കെ ഭയങ്കര സംഭവങ്ങൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ PG പഠിച്ചിറങ്ങിയ യൂണിറ്റി വുമൻസ് കോളേജിൽ ഒരു അലുമിനിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കരിയർ ഡെവലപ്മെൻറ്റ് ഇൻ അബ്രോഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ എന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചു. ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് സ്പെഷ്യൽ ഗസ്റ്റൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നത്. ഐ വാസ് സോ ഹാപ്പി. ഭയങ്കര അടിപൊളി പ്രോഗ്രാമിനുണ്ട്. നമ്മൾ ലൈഫിലൊക്കെ ചില ആഗ്രഹിച്ച സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചത് മറക്കില്ല എന്ന് പറയാം. അങ്ങനെ എനിക്കത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയി. എന്താ പറയുക, എനിക്ക് ആ ഒരു സന്തോഷം കൂടി നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ നാട്ടിലത്തെ പോലെ ബസ്സിൽ കയറുക, 500 റുപ്യ കൊടുക്കുക, ബാക്കി 495 റുപ്യ ബാലൻസ് തരിക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ. കിട്ടുകയാണെങ്കിൽ ഒരു പൈസക്കാരം $3.5 മിനിമം ചാർജ് നല്ല $3 ചാർജ് ബസ്സിൽ പോകാൻ. അപ്പോൾ നമ്മൾ $3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബസ്സിൻ്റെ ലാസ്റ്റ് വരെ പോവാം. അതേപോലെ തന്നെ ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഇറങ്ങാം. ആദ്യം സ്റ്റോപ്പിൽ ഇറങ്ങണമല്ലോ ആ പൈസ തന്നെ കൊടുക്കണം, അവസാനത്തെ സ്റ്റോപ്പിൽ ഇറങ്ങണമല്ലോ ആ പൈസ തന്നെ കൊടുക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ബസ്സിൻ്റെ ഒരു ഫെയർ വരുന്നത്. നമ്മൾ അടുത്ത പോലെ എടുത്ത് ബാലൻസ് കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഒരു വർഷത്തിന് അതേപോലെ ഒരു മാസത്തിന് അങ്ങനെ ഒരു ബസ് കാർഡ് കിട്ടും നമുക്ക്. അങ്ങനെ ബസ് കാർഡ് എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ബസ് കാർഡ് വെച്ചിട്ട് നമുക്ക് ഒരു വർഷം
എല്ലായിടത്തേക്കും പോവാം. അതിന് ഇത്രയൊരു ചാർജ് വരും. ഡെയിലി ബസ്സിന് പോയി വരുന്നോല് മെട്രോയിൽ പോയി വരുന്നോലൊക്കെ ആണെങ്കിൽ ഓൾക്ക് അതായിരിക്കും കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുണ്ടാവുക. കാരണം ഈ $3.5 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കുറച്ച് ദൂരം കൊള്ളുന്നുണ്ടെങ്കിൽ നഷ്ടമായിട്ട് തോന്നുകയാണെങ്കിൽ സെയിം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മളെ അടുത്ത് കോയിൻസ് ഒന്നും അങ്ങനെ ഒരുപാടില്ല. അപ്പോൾ കാക്കു കോയിൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഇവിടെ അടുത്തേക്ക്. അപ്പോൾ നമ്മൾ കോയിൻസൊക്കെ കളക്ട് ചെയ്തിട്ട് ഇനി ബസ്സിൽ പോകും. ഇതൊരു ബാഡ് ഐഡിയ ആവോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്, കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട്. കാരണം നമ്മൾ ഇതിന് ബസ് എടുക്കാനുള്ള മെയിൻ റീസൺ നമ്മൾ ഗോഡൗണൊക്കെ പോകണമെന്നൊക്കെയാണ് പറയണത്. പഠിച്ചോനെ, ഗോഡൗണും ലോക്ക്ഡൗണും ഒക്കെ ഇങ്ങനെ വരും. എനിക്ക് ഡൗൺ ടൗണിൻ്റെ പറയുമ്പോൾ എന്താണെന്നറിയില്ല. ഓക്കെ, ഡൗൺ ടൗണിലേക്കാണ് പോകുന്നത്. ഡൗൺ ടൗൺ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ബിസി ആയിരിക്കും. അപ്പോൾ നമുക്ക് പാർക്കിങ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് ടൈം തന്നെ നമ്മൾ ഒരു ജാപ്പനീസ് സ്റ്റോർക്ക് പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ ക്യൂട്ട് സാധനം കണ്ടു പോയതാണ്. പക്ഷേ നമുക്ക് വണ്ടി നിർത്താൻ സ്ഥലം തപ്പി പറ്റ ചടച്ച് നമുക്ക് എവിടെയെങ്കിലൊക്കെ നിർത്തിയിട്ട് പിന്നെ 5-10 മിനിറ്റൊക്കെ നടക്കണം. അപ്പോൾ ബസ്സിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് സ്റ്റോപ്പിലെത്തി ഇറങ്ങാം. എല്ലായിടത്തും ഓരോ 2 മിനിറ്റിലും സ്റ്റോപ്പായിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് നടക്കണ ബുദ്ധിമുട്ട് വരില്ല, പാർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ട് വരില്ല, ഒരു ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ആ ഒരു കൺവീനിയൻസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബസ് ചൂസ് ചെയ്തത് കേട്ടോ. ഇനി കാക്ക് വരട്ടെ. ഞാൻ മാക്സിമം ലാഗാക്കാത്ത വീഡിയോ ആക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കണോ ഇപ്പം തന്നെ ഭയങ്കര ലാഗാണല്ലോ. കുറേ ആയില്ല വീഡിയോ എടുത്തിട്ട്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ലാസ്റ്റത്തെ വീഡിയോക്ക് ഞാൻ അതിന് അത്രയും വ്യൂസ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ. അത്ര 200+ വ്യൂസായി. എനിക്ക് 200 ഒക്കെ ഭയങ്കര വലിയ എമൗണ്ടാണ്. കാരണം സംഖ്യയാണ്. സെയിം ഓക്കെ. കാരണം അത് ഓൾറെഡി 40 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്, വലിയ വീഡിയോ ആണ്. അപ്പോൾ അത് ആളുകൾ, പിന്നെ അത് എൻ്റെ ബുക്കിനെ പറ്റി ഞാൻ പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ അത് എല്ലാവരും ഒന്നും കാണും എന്ന് ഞാനൊട്ട് വിചാരിച്ചിട്ടുണ്ടായില്ല. അത് കാണുന്നു, അല്ലെങ്കിൽ അതിന് കമൻസ് ഇട്ടിക്കണം ഓരോരുത്തരൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ആ വീഡിയോക്ക് ഒരു 180, ഒരു 150 അബോക്കെ പോയപ്പോൾ തന്നെ ഐ വാസ് സോ ഹാപ്പി. അപ്പോൾ 200+ ആയി. എനിക്ക് ആ വീഡിയോ ഇട്ടപ്പോൾ അതേപോലെ എൻ്റെ സബ് ഉണ്ടായത് 552 ആണ്. എൻ്റെ സബ് 561 ഇപ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോ ഇട്ടതിന് കഴിഞ്ഞാൽ കുറച്ച് മെച്ചമൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ ഇടാണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഒരു വീഡിയോ എടുക്കാം, നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ എടുക്കുന്നത്. ഗൈസ്, താങ്ക് യു സോ മച്ച്. കാക്കു ഇങ്ങനെ പൈസ ചില്ലറാക്കി നമുക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് പല സ്റ്റേഷനിലും ബസ് വരും. അപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടുത്തെ ബസ് സ്റ്റേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ബസ് മാറിക്കയറണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ബസ് കയറിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ മോളിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ബസ് ഒരു 5 മിനിറ്റ്സ് ലേറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മോളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തെണ്ടെത്തിയിരുന്ന് നടന്നു. അതെന്തിനാ അവിടെ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. എത്ര സമയം ആണോ? ഓ, വെള്ളക്കുപ്പി എടുത്തപ്പോ കാക്കു എന്താ പറഞ്ഞത്? എന്നിട്ട് തന്നെ എന്റെ കയ്യില് ഇതാണ് ഗൈസ് നമ്മളുടെ ബസ്സിന്റെ കാർഡ്. ഇതാണ് നമ്മളുടെ അടുത്ത ബസ്സിന് കയറാം. ഓക്കെ. ഇവിടെ നമ്മളെ നാട്ടിലത്തെ മാതിരി കുത്തി തിരികെ കയറാൻ പറ്റൂല ഗൈസ്. സ്കൂൾ കുട്ടികൾ നിൽക്കണ പോലെ വരി നിൽക്കണം. നിങ്ങൾ ബാക്കത്തെ വരിയിലാണ്. മിക്കവാറും ഞങ്ങൾ ഫസ്റ്റത്തെ ബസ്സിൽ കൊള്ളാൻ ചാൻസില്ല. നിന്ന് പോകാനുള്ള ശേഷി എനിക്കില്ല, കാരണം നമുക്ക് ലാസ്റ്റത്തെ സ്റ്റോപ്പാണ്. സോ ഇത് കിട്ടില്ലെങ്കിൽ അടുത്ത ബസ്സിൻ്റെ എടുക്കല്ലേ. ഇപ്പോൾ വരും 1 മിനിറ്റ് കൊണ്ട് വരും. ഇതാ അവിടുന്ന് വളയുന്നു ബസ്. ഇത് 165 ആണോ? 33806 ആണ്.
ഇതാണ് നമ്മളെ ബസ് ഗൈസ്. ഇല്ല, ആ ബസ്സിൽ തിരക്കുണ്ടോ? ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വി ക്യാൻ സിറ്റ് ഹിയർ. ടാപ്പ് ചെയ്തില്ല ഞാൻ. താക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എവിടെയും ടാപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇറക്കൂലെങ്കിൽ ബസ് കയറിയ ആവശ്യത്തിൽ ടാപ്പ് ചെയ്യാൻ മറന്നു ഗൈസ്. പിന്നെ ഇറങ്ങുന്ന സമയത്ത് ടാപ്പ് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ബസ്സിന് ബെല്ലാണ് കേട്ടോ, ഓരോ സ്റ്റെപ്പ് എത്തുമ്പോഴും അതെല്ലാ കമ്പിമേലും ഓല ബെല്ല് കൊടുത്തിരിക്കണം. പിന്നെ ഇതാണ് ടാപ്പ് ചെയ്യുന്ന സാധനം. അത് റോഡ് നിറഞ്ഞ ഡോറിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പരിപാടി നടക്കും. ഏതാണ് സ്റ്റോപ്പ്? നമ്മളെ അടുത്ത സ്റ്റോപ്പല്ലേ? ഓള് നിക്കിയാ പെണ്ണ്, ഒരാള് നിക്കിയാ മതി. അങ്ങനെ നമ്മുടെ വളരെ സാഹസികമായി നമ്മുടെ ബസ് യാത്ര അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. കാണൂ, ബാംഗ്ലൂരൊക്കെയാണ് കാണിക്കുന്നത്. പുഷ്പങ്ങൾ, പൂക്കൾ. വാവ് വാവ്. വീഡിയോ ആണോ ശുക്രു? വീഡിയോ ആണോ? ഹാൻഡ് ക്രീം. എന്താ കീച്ചേനാ? കാണുന്നുണ്ടോ? ഇതൊക്കെ മുടി കേളിയുള്ളത്. ഞാൻ പറയാം ഫോണിന്റെ പൗച്ച്. ഗളി സ്ഥലല്ലേ ഇതൊക്കെ നോക്കാം. എന്ത് ക്യൂട്ടാ. വെറുതെ അല്ലേ കൊറിയക്കാരൊക്കെ പോക്കികളായത്. ഇങ്ങനത്തെ ഒക്കെ സാധനം കണ്ടാ പിന്നെ എങ്ങനെ മനുഷ്യന് ഇങ്ങനെ പോക്കികളാവട്ടെ. ഗൈസ്, എനിക്കൊന്ന് പൊട്ടിക്കരയാനൊക്കെ തോന്നുന്നു. കാണൂ,
ഇതൊക്കെ കാണും നിങ്ങൾ. സി സോ ഗൈസ് കണ്ടോളൂ, മിനി ഷോ നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണോ പീക്കാച്ചു കാക്കു? ഇതാണോ പീക്കാച്ചു? എനിക്കറിയുന്നില്ല കേട്ടോ, എനിക്ക് എമ്മീൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. പോക്കിമോനോ? നമുക്ക് ഡോറനെയും ബുജിനൊക്കെ ഉള്ളു അറിയാം ഗൈസ്. സോ കാക്കുന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും വാങ്ങി തന്നില്ല ഗൈസ്. പക്ഷെ എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇടല്ല കേട്ടോ, കാണാനൊരു രസമുണ്ട് അത്രേ. അപ്പോൾ വി ആർ സൈനിങ് ഓഫ് ഫ്രം മിനിസോ. അപ്പോൾ ഇത്രയും നേരം ഇതൊക്കെ സഹിച്ച് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഗൈസ്